ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തതാജ്യം, യേശുവിൻ്റെ രക്തതാജ്യം, യേശുവിൻ്റെ രക്തതാജ്യം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വൈകിയ സമയത്ത് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അവസരമൊരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നാളിതുവരെ നടത്തിയ ദൈവം മേലാലും നടത്തുവാൻ ശക്തനാകിയാൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ഹല്ലേലൂയ ദൈവപാദപീഠത്തിലായിരിക്കാം. ദൈവിക ആലോചനകളെ കേൾക്കുവാനായിട്ട് നമ്മെ ഏൽപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി നമ്മെ സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ വൈകിയ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുമ്പോൾ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പം റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്തൃദാസി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പേജിലൂടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം വലിയ അനുഗ്രഹകരമായി തീരുവാൻ കൃപചുമാറാകണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണം. കർത്താവ് സംസാരിക്കേണ്ടവണ്ണം സംസാരിപ്പാനുള്ള കൃപ നൽകണം. എല്ലാ തടസ്സങ്ങൾ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോവാൻ കൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. അവരുടെ അവസ്ഥകൾക്ക് മാറ്റം കൊടുക്കണം. അവർക്ക് വിടുതലുകൾ നൽകണം. ദൈവവചനത്തിന്റെ ശക്തി അവരിൽ വ്യാപരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നെറ്റ്വർക്ക് എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ ഡിസ്റ്റർബൻസുകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകാൻ കൽപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇട്ടിക്കാലം സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ പിന്നെയും റോസ് ഫാമിലി പേജിൽ കടന്നുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നാളിതുവരെയും നമ്മെ നടത്തിയ ദൈവം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്നിനും കുറവില്ലാത്തവരായി ഒന്നിനും മുട്ടില്ലാതെ നമ്മെ നടത്തിയ ദൈവത്തിന് ഹല്ലേലൂയ നമുക്ക് നന്ദി കരയറ്റാം. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്ന് പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് ഹല്ലേലൂയ ഈ വൈകിയ സമയം കാണുവാൻ ദൈവം ഇടയാക്കി എല്ലാ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എത്ര നല്ലവൻ, ഹല്ലേലൂയ, എത്ര നല്ലവൻ എന്ന് രുചിച്ചറിയത്തക്ക നിലയിൽ, ഹല്ലേലൂയ, രുചിച്ചറിയത്തക്ക നിലയിലാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരും അവരുടെ ജീവിത സാഹചര്യങ്ങൾ വേദനയോടും ദുഃഖത്തോടും കഷ്ടത്തോടും കണ്ണുനീരോടും കൂടി ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ എല്ലാത്തിൻ്റെയും മധ്യത്തിൽ അവയൊന്നും ഉണ്ടായില്ല എന്നല്ല. നമ്മുടെ ജീവിതത്തിലും വേദനകൾ, കണ്ണുനീരുകൾ, കഷ്ടങ്ങൾ, ഹല്ലേലൂയ, പ്രയാസങ്ങൾ കടന്നു വരാമായിരുന്നു. അതിൻ്റെ എല്ലാ മധ്യത്തിൽ നമ്മെ നടത്തിയപ്പോൾ ഹല്ലേലൂയ നാം നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ഉപകാരങ്ങൾ, ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ ഒന്നും നാം മറന്നു പോകാതെ വേണം ഹല്ലേലൂയ എപ്പോഴും ദൈവത്തിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നെയും ദൈവം നമുക്ക് വേണ്ടി ഉപകാരങ്ങളെ ചെയ്യുന്നു. ഹല്ലേലൂയ. നാം നന്ദിയോടെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം പിന്നെയും പിന്നെയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങളെ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. സ്തോത്രം. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് 100-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം ഇപ്രകാരം പറയുന്നത്. സങ്കീർത്തനം 100-ന്റെ 3-ാം വാക്യത്തിൽ യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ തന്നെ ദൈവമെന്നറിവീൻ. സ്തോത്രം. യഹോവ തന്നെ ദൈവമെന്നറിയണം. കാരണം എന്ത്? ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. സൃഷ്ടിച്ചത് ദൈവമാകുന്നുവെങ്കിൽ നാം ആരുടേതാണ്? നാം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. നാം ഇന്ന് പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട്, സ്വന്തം ധനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, സ്വന്തമെന്ന് പറഞ്ഞുകൊണ്ട് പലതും ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് മറന്നു പോകുന്നു.
നാം ദൈവത്തിന് ഉള്ളവരെന്ന് മറന്നു പോകുന്നു. അതിനാൽ ഹല്ലേലൂയ പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവ തന്നെ ദൈവമെന്നറിവീൻ. ആദി മുതൽ ഹല്ലേലൂയ ആദിയിൽ ഹല്ലേലൂയ വചനമുണ്ടായിരുന്നു. ഹല്ലേലൂയ ആദിയിൽ ദൈവമുണ്ടായിരുന്നു. ഹല്ലേലൂയ ആദി മുതൽ പ്രവർത്തിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ അത് മുതൽ പ്രവർത്തിക്കുന്ന ദൈവം. ആദി മുതൽ ഇന്ന് വരെയും പ്രവർത്തിച്ച കർത്താവ് ഇനിമേലാലും പ്രവർത്തിപ്പാൻ സർവശക്തനാകിയാൽ നാം ആ ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയണം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ അറിയേണ്ടവണ്ണം അറിയണം. കാരണം ഹല്ലേലൂയ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ പലർക്കും ഹല്ലേലൂയ അംഗവൈകല്യങ്ങൾ സംഭവിച്ചപ്പോൾ, ഹല്ലേലൂയ പലരുടെയും ജീവിതത്തിൽ പലവിധമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ അംഗവൈകല്യങ്ങളിൽ ഒന്നും സംഭവിക്കാതെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹല്ലേലൂയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സൃഷ്ടിച്ചപ്പോൾ നന്നായി സൃഷ്ടിച്ച കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ നല്ല ഭംഗിയായ രീതിയിൽ ഹല്ലേലൂയ നന്നായി ഹല്ലേലൂയ ദൈവം തൻ്റെ ഹിതപ്രകാരം നമ്മെ നിർമ്മിച്ചവനാണ്. ഹല്ലേലൂയ ആ കർത്താവ് നമ്മെ ഉണ്ടാക്കിയ കർത്താവിൻ്റെ മുൻപിൽ നാം ആരാണ്? ഹല്ലേലൂയ നാം ദൈവത്തിനുള്ളവരെന്ന് അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ ഭയപ്പെട്ട് ദൈവഭക്തിയിൽ ഹല്ലേലൂയ ദൈവവചനപ്രകാരം ദൈവത്തിന് ഹിതമാമണ്ണം ഹല്ലേലൂയ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ നാം ദൈവത്തിനുള്ളവരാകുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ജനമാണ് നാം. ഹല്ലേലൂയ അതോടൊപ്പം തന്നെ ഒരു ഇടയൻ എപ്രകാരം ആട്ടിൻകൂട്ടത്തെ ഹല്ലേലൂയ മേയിക്കുന്നു, ഹല്ലേലൂയ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി കരുതുന്നുവോ, ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ചിന്തിക്കുന്നുവോ, അതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ നമ്മെ കരുതുന്ന ദൈവം, നമ്മെ സംരക്ഷിക്കുന്ന ദൈവം, സമയാസമയങ്ങളിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകി തരുന്നു. സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ ഹല്ലേലൂയ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുമ്പോ ലജ്ജിച്ചു പോയില്ല. സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ ദൈവമുഖത്തേക്ക് നോക്കുന്നവർക്ക് ഹല്ലേലൂയ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ പരിപാലിക്കുന്നവനാണ്. സ്തോത്രം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. ഹല്ലേലൂയ അന്വേഷിക്കുന്നവരാകണം. സ്തോത്രം. ഹല്ലേലൂയ അന്വേഷിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഒരു നന്മയ്ക്കും കുറവില്ലാതെ നമ്മുടെ കുറവുകളെല്ലാം തീർത്തുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ നാം ഹല്ലേലൂയ ആരെന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് നാം ഓരോരുത്തർക്കും വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ആരെന്ന് നാം അറിഞ്ഞിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ നമ്മെ നന്നായി അറിയും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഹല്ലേലൂയ നിരൂപണങ്ങൾ പോലും ദൂരത്തു നിന്ന് ഗ്രഹിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ആ കർത്താവിനെ എപ്രകാരമാണ് നാം അറിയുന്നത്? ഹല്ലേലൂയ നാം രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് നാം ആ കർത്താവിനെ രുചിച്ചറിയണം. കാരണം യഹോവ തന്നെ ദൈവം, വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ ആ യഹോവ തന്നെ ദൈവമെന്ന് അറിവീനെന്ന് പറയുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ആർക്കും തടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം പ്രവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യ ശക്തിക്കോ ഒരു പൈശാചിക ശക്തിക്കോ തടയുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ ഒരു കൂട്ടം ഒന്നിച്ചു വന്നാലും ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുവാൻ കഴിയുകയില്ല. അപ്രകാരമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ ഹല്ലേലൂയ നാം നന്നായി അറിയുന്നവരായി തീരണം. ഹല്ലേലൂയ അതോ ഹല്ലേലൂയ ദൈവം നമ്മെ സൃഷ്ടിച്ചവനാണ്. സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ ഉച്ചി മുതൽ ഉള്ളം കാൽ വരെയുള്ള പുറമേയും അകമേയുമുള്ള സകലത്തെയും അറിയുന്നു. സ്തോത്രം. സൃഷ്ടിക്ക് എന്തെങ്കിലും ഹല്ലേലൂയ കേടുപാടുകൾ സംഭവിച്ചാൽ, ഹല്ലേലൂയ ഈ ലോകത്തിൽ നിർമ്മിച്ച ഒരു വസ്തുവിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് റിപ്പയർ ചെയ്ത് നന്നാക്കുന്നതാണ് ഹല്ലേലൂയ ഇന്ന് വരെയും നാം കണ്ടിട്ടുള്ളത്. എന്നാൽ ഹല്ലേലൂയ ദൈവം സൃഷ്ടിച്ച തൻ്റെ ജനത്തിൻ്റെ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു അവയവങ്ങൾക്ക് കേടുപാട് സംഭവിച്ചാൽ അത് റിപ്പയർ ചെയ്യുകയല്ല, അതിനെ ഹല്ലേലൂയ രണ്ടാമത് പുതുതായി സൃഷ്ടിക്കുക തന്നെ ചെയ്യും. പഴയതിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് പുതിയതിനെ സൃഷ്ടിക്കുന്ന കർത്താവാണ്. സ്തോത്രം.
കാരണം ദൈവമാണ് നമ്മെ ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏത് ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അത് കണ്ടുപിടിച്ച് ദൈവസന്നിധാനത്തിൽ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നാം തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, ആ കേടുപാടുകളെ നീക്കിക്കൊണ്ട് ഒരു പുതുതായി സൃഷ്ടിപ്പ് നടത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിലും അപ്രകാരമാണ്. പഴയത് കഴിഞ്ഞു പോയി, ഹല്ലേലൂയ, പുതിയതായി നമ്മെ സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. പഴയതിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ പുതിയ ഹൃദയത്തെ നൽകുന്നവൻ, പുതിയ മനസ്സിനെ നൽകുന്നവൻ, പുതിയ ആത്മാവിനെ നൽകുന്നവനാണ് കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, നാം ആരാണ്? ദൈവത്തിനുള്ളവരാണ്. ദൈവത്തിന്റെ മക്കളാകുന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പുതുതായി സൃഷ്ടിപ്പ് നടത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പുതുതായി ദൈവം സൃഷ്ടിപ്പ് നടത്തുമ്പോൾ ഹല്ലേലൂയ പഴയതിനെ ഹല്ലേലൂയ അത് ഉപയോഗശൂന്യമായി തീരുന്നു, അത് മാറിപ്പോകുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നാം ഒരു പുതിയ സൃഷ്ടിപ്പിനായിട്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ ഒന്ന് പുതുക്കം വരേണ്ടതിനായിട്ട് നാം ദൈവസന്നിധാനത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. യെശയ്യാ പ്രവചനം 64 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല എന്ന രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒരു മനുഷ്യരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. അതുപോലെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നാം ദൈവസന്നിധാനത്തിൽ വെച്ച് ഹല്ലേലൂയ ആരും അറിയാതെ മറ്റുള്ളവരോട് പറയാത്ത വിഷയങ്ങളുമായി ദൈവസന്നിധാനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആ പ്രാർത്ഥനയുടെ മറുപടി മറ്റുള്ളവർ അറിയാത്ത രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ പിതാവിനോട് ഹല്ലേലൂയ എന്ത് അപേക്ഷിച്ചാൽ, പിതാവിനോട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഹല്ലേലൂയ നാമും പിതാവുമായുള്ള ബന്ധം പുതുക്കുമ്പോൾ ഹല്ലേലൂയ നാം ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അറിയാത്ത രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്തോത്രം. നാം പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവർ അറിയുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ആരോടും പറയാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തിയാണ് നാം ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഹല്ലേലൂയ ചെയ്യുന്നത്. യെശയ്യാവ് ഇവിടെ ഹല്ലേലൂയ 64 അധ്യായത്തിൽ അത് എഴുതുമ്പോൾ ഹല്ലേലൂയ പൗലോസ് ആത്മകണ്ണുകൾ കൊണ്ട് ആ കാര്യത്തെ കണ്ടിട്ട് ഹല്ലേലൂയ 1 കൊരിന്ത്യർ 2 അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? യെശയ്യാ പ്രവചനത്തിൽ പ്രവാചകൻ മുൻകൂട്ടി ഹല്ലേലൂയ പ്രവചിക്കുകയാണ്. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അത് ഒരു വ്യക്തി കണ്ടിട്ടില്ല, ഒരു വ്യക്തി കേട്ടിട്ടില്ല, ഒരു വ്യക്തി ഗ്രഹിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് പൗലോസ് പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. അപ്രകാരമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളെ മറ്റാർക്കും കാണാത്ത രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എപ്രകാരമാണ് ലഭിച്ചിരിക്കുന്നത്? ആത്മാവിനാൽ മറ്റാർക്കും കാണാൻ കഴിയാത്ത കാര്യങ്ങളെ നമ്മുടെ ആത്മകണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ കാണത്തക്ക നിലയിൽ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. സ്തോത്രം. ആത്മാവ് പ്രകാരമാണ് സകലത്തെയും അറിയുന്നു, ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. അതുകൊണ്ടാണ് ആഴങ്ങളിലേക്ക് ആത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. ആഴത്തിലേക്ക് പോകണമോ നാം ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ ആഴത്തിലേക്ക് പോകണമോ ദൈവമായുള്ള ഒരു ആഴമേറിയ ബന്ധം നമുക്കുണ്ടാകണം. അപ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ഹല്ലേലൂയ ഇല്ലാത്തതായ ആ ഹല്ലേലൂയ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഇല്ലാത്തതായ കാര്യങ്ങളെ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തരുമ്പോൾ ഹല്ലേലൂയ അത് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിക്കുവാൻ കഴിയുമോ?
ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് കോൺഫിഡൻസോടെ പറയുവാൻ കഴിയും, ഞാൻ ദൈവത്തിന്റെ മകളാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. എന്നെ നിർമ്മിച്ച കർത്താവാണ്, എൻ്റെ ഇന്നത്തെ അവസ്ഥകൾക്ക് മാറ്റം തരുവാനവൻ സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. സകല സാധ്യങ്ങളെയും സാധ്യമാക്കിക്കൊണ്ട് എന്നെ മുന്നോട്ട് വഴി നടത്തുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ യശയ്യാപ്രവചന 64 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും, നീ ഞങ്ങളെ മനഞ്ഞവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെയും പ്രവാചകൻ പറയുകയാണ്, എങ്കിലും യഹോവേ, എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്. ഹല്ലേലൂയ. പിതാവെന്ന് പറയുവാൻ ലോകത്തിന് അനേകം ആൾക്കാർ കാണുമെങ്കിൽ നീ അല്ലാതെ വേറൊരു പിതാവില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ നാമം പറയണം, ദൈവമാണ് എൻ്റെ പിതാവ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എനിക്ക് പറയുവാൻ അനവധി പേരുണ്ടെങ്കിലും ഹല്ലേലൂയ, എൻ്റെ പിതാവിനെ പോലെ ഹല്ലേലൂയ വലിയവൻ, എൻ്റെ പിതാവിനെ പോലെ നല്ലവൻ, എന്നെ ഹല്ലേലൂയ കൈ താങ്ങുന്നവൻ, എന്നെ വഴി നടത്തുന്നവൻ വേറെ ആരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം ആരാണ്? കളിമണ്ണും. ഹല്ലേലൂയ. നീ ഞങ്ങളെ മനയുന്നവനുമാണ്. പിതാവിൻ്റെ കയ്യിൽ ഹല്ലേലൂയ ഒരു കളിമണ്ണ് പോലെ ഹല്ലേലൂയ നാം ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ മനയുവാനായിട്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. സ്തോത്രം. പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കൈപ്പണിയായിട്ട് നമ്മെ തീർക്കും. സ്തോത്രം. ഹല്ലേലൂയ. പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൈപ്പണിയായി തീരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ കൈപ്പണിയിൽ അത് സുന്ദരമായി, മനോഹരമായി, ആകർഷണമുള്ളതായി തീരത്തക്ക നിലയിൽ ആ കൈപ്പണി ഉണ്ടാകും. സ്തോത്രം. അല്ലേലും ഇവിടെ എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്. എന്ത് ആഴത്തിലാണ് പറയുന്നത്. അപ്പനാണ് ഞങ്ങളുടെ പിതാവ്, അപ്പനല്ലാതെ വേറൊരു പിതാവ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആരാണ്? ഹല്ലേലൂയ. നാം ആരാണ്? കളിമണ്ണാണ്. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനത്തിലേക്ക് നാം പോകുമ്പോൾ 18 അധ്യായത്തിൽ യിരെമ്യാവിനെ ഹല്ലേലൂയ പ്രവാചകനായ യിരെമ്യാവിനെ ഒരു കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കുശവൻ ഹല്ലേലൂയ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ മെനയുകയാണ്. ഹല്ലേലൂയ. ഒരു പാത്രം ചീത്തയായി തീർന്നാൽ അതിനെ ഹല്ലേലൂയ രണ്ടാമത് കുശവന്റെ ഹല്ലേലൂയ ഭാവനയ്ക്കനുസരിച്ച് അതിനെ രൂപം കൊടുത്തുകൊണ്ട് പിന്നെയും മനയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ കുശവൻ തൻ്റെ ഇഷ്ടപ്രകാരം മനയുന്നു. ഹല്ലേലൂയ. അങ്ങനെ അപ്രകാരം നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെയും പണിയുന്നതാണ്. ചിലപ്പോൾ ഹല്ലേലൂയ ചില തട്ടലുകളും മുട്ടലുകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്കത് ഭാരമായി തോന്നാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൈവമാണ് നമ്മുടെ പിതാവെന്ന് അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ അതെല്ലാം ഭംഗിയായി തീരുന്നു. ദൈവം പണിയുമ്പോൾ അത് മനോഹരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പണി മനോഹരമാണ്. ഹല്ലേലൂയ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ആഴങ്ങളിലേക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഹല്ലേലൂയ നമ്മെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ആത്മാവ് സകലത്തെയും വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായത്തക്ക നിലയിൽ നമ്മെ ആത്മാവ് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 4 അധ്യായം 7 വാക്യത്തിൽ ഇതുകൊണ്ടാണ് പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിനെ ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനവും കൊരിന്ത്യ ലേഖനവും തമ്മിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനും എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പറയുകയാണ് മൺപാത്രങ്ങളിൽ ഹല്ലേലൂയ നിക്ഷേപം തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാനമായ നിക്ഷേപം നമ്മുടെ സ്വന്തമെന്ന് പറയുവാൻ നമുക്കില്ല. ഹല്ലേലൂയ സ്വന്തമെന്ന് പറയുവാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. സ്തോത്രം. എന്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്? അത്യന്ത ശക്തി. സ്തോത്രം. അത്യന്ത ശക്തി നിക്ഷേപിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ വ്യക്തി ഹല്ലേലൂയ സാധാരണക്കാരനല്ല. ഹല്ലേലൂയ ആ വ്യക്തി ഹല്ലേലൂയ സാധാരണമായ ദൈവപ്രവൃത്തി ചെയ്യത്തക്ക നിലയിൽ ഉപയോഗിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ ഒരു പാത്രത്തിൽ ഹല്ലേലൂയ എപ്രകാരം ഉപയോഗമുള്ളതായി തീരുന്നു. ഹല്ലേലൂയ ചെറിയ പാത്രത്തിന് ചെറിയതായ ഉപയോഗം, വലിയ പാത്രത്തിന് വലിയ ഉപയോഗം. ഇങ്ങനെ ഹല്ലേലൂയ പാത്രത്തിൻ്റെ വലിപ്പ ചെറുപ്പം
അനുസരിച്ച് അത് ഉപയോഗിക്കപ്പെടുന്നത് പോലെ ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ ആ അത്യന്ത ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ നാം അറിയാത്ത രീതിയിൽ ഉപയോഗിക്കത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ കളിമണ്ണായി നാം മനയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മെ ഹല്ലേലൂയ പണിയാണ്. സ്തോത്രം. ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് ആഗ്രഹിക്കുന്നത് അവിടം വരെയും നമ്മെ പണിയും. സ്തോത്രം. ഹല്ലേലൂയ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് നാം എപ്രകാരമായി തീരണം. ഹല്ലേലൂയ ദൈവത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നിടം വരെ ദൈവം നമ്മെ പണിയുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ മുന്നമേ കണ്ടുകൊണ്ട് യഹോവ തന്നെ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നാം അവനുള്ളവരാണ്. ഹല്ലേലൂയ. നാം സാധാരണക്കാരല്ല, നാം ദൈവത്തിനുള്ളവരാകിയാൽ ദൈവത്തിന്റെ ഹിതത്തെ നാം തിരിച്ചറിയണം. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ച് നാം സഞ്ചരിച്ചാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ദൈവത്തിന്റെ വിചാരത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നവരായി തീരണം. ദൈവത്തിന്റെ വിചാരവും നമ്മുടെ വിചാരവും തമ്മിൽ ആകാശവും ഭൂമിയും എത്ര അകലമുണ്ടോ അത്ര അകലമാണ്. എന്നാൽ ഹല്ലേലൂയ എത്ര അകലമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വിചാരത്തിനനുസരിച്ച് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നാം മുന്നേറുമ്പോൾ ഹല്ലേലൂയ നാമാകുന്ന മൺപാത്രത്തിൽ അത്യന്ത ശക്തിയെ പകർന്നുകൊണ്ട് ഹല്ലേലൂയ അസാധാരണമായ രീതിയിൽ മുന്നോട്ട് പോകത്തക്ക നിലയുള്ള ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടും. സ്തോത്രം. നാം ആകുന്ന മൺപാത്രത്തിൽ ഹല്ലേലൂയ ഈ മൺപാത്രം എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാം. ഹല്ലേലൂയ കുശവന്റെ കയ്യിലെ ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന പാത്രം ഹല്ലേലൂയ എപ്രകാരം ഉടഞ്ഞു പോകുന്നു, ഇല്ലായ്മയായി പോകുന്നു, അതുപോലെ നാം ആകുന്ന മൺപാത്രവും ഹല്ലേലൂയ എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാം, ഉടഞ്ഞു പോകാം. എന്നാൽ ഹല്ലേലൂയ ആ തകർന്നു പോകുവാൻ അനുവദിക്കാത്തവണ്ണം, ഉടഞ്ഞു പോകുവാൻ അനുവദിക്കാത്തവണ്ണം ആ ദൈവത്തിന്റെ ദാനമാകുന്ന നിക്ഷേപത്തെ നമ്മുടെ മേൽ പകർന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മെ വഴി നടത്തുന്നവരാണ്. സ്തോത്രം. ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. നമുക്ക് സ്വന്തമെന്ന് പറയുവാൻ കഴിയുകയില്ല, നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ കഴിയുകയില്ല. നാം നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആയിരിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ നിക്ഷേപം നമ്മളിൽ പകരുകയും അത് അത്യന്ത ശക്തിയുള്ളതായി തീരുകയും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അതിനെ നാം തിരിച്ചറിയണം. ആ നിക്ഷേപത്തെ നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ ദാനത്തെ നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആ നിക്ഷേപത്തെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കാനാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം, ആദ്യത്തെ ഭാഗം നാം നോക്കിയപ്പോൾ യഹോവ തന്നെ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. സ്തോത്രം. പിന്നെ രണ്ടാമത്തെ ഭാഗം പറയുകയാണ്, ആരാണ്? ദൈവത്തിന്റെ ജനമാണ്. ഹല്ലേലൂയ. ദൈവം മേയിക്കുന്ന ആടുകളാണ്. ദൈവം ഹല്ലേലൂയ ആടുകളെ പോലെ നമ്മെ മേയിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമുക്ക് കുറവുണ്ടാകുവാൻ അനുവദിക്കുകയില്ല. സമയത്തിന് ഭക്ഷണം, സമയത്തിന് ദാഹജലം തരുക, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നവനായി, നമ്മെ നേർപാതകൾ നടത്തുന്നവനായി ഹല്ലേലൂയ ഇരിക്കും കൂരിൽ താഴ്വരയിൽ കൂടി യാത്ര ചെയ്യേണ്ടി വന്നാലും ഭയമുളവാകുവാൻ അനുവദിക്കാതെ വണ്ണം 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നമ്മെ വഴി നടത്തുന്നവൻ, ശത്രുക്കളുടെ മുൻപിൽ നമുക്ക് വിരുന്നൊരുക്കുന്നവനാണ്, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനാണ്, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നമ്മെ പിന്തുടരത്തക്ക നിലയുള്ള ദൈവപ്രവൃത്തി ഹല്ലേലൂയ വെളിപ്പെടും. ഒരു ഇടയനായി ഹല്ലേലൂയ അവൻ നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് ഒന്നിനും കുറവുണ്ടാകാതെ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുന്നു. അതാണ് ഇടയന്റെ പ്രത്യേകത. യേശു കർത്താവ് ആരാണ്? നമ്മെ ഹല്ലേലൂയ നമ്മുടെ ഇടയനായി ഹല്ലേലൂയ നമ്മോട് കൂടെ നടക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ അങ്ങോട്ട് വഴി തെറ്റി പോകാതെ വണ്ണം വഴി ഇതാകുന്നു, ഈ വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞ് നമ്മെ വഴികാട്ടിയായി നമ്മോട് കൂടെ സഞ്ചരിക്കുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ ലേഖനം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും,
ഇഷ്ടപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ഞാൻ വാതിലാകുന്നു. യേശു കർത്താവ് വാതിലായി. ആ വാതിലിലൂടെ നമുക്ക് അകത്ത് പോവുകയും പുറത്തു പോവുകയും ചെയ്യാം. സ്തോത്രം. ഒരു വാതിലാണെങ്കിൽ പുറത്തു പോകുകയും അകത്തേക്ക് വരികയും ചെയ്യത്തക്ക നിലയിലാണ് ആ വാതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പുറത്തേക്ക് പോകുന്നത് എന്തിനെ? ഭക്ഷണത്തിനായിട്ട്. സ്തോത്രം. പുറത്തേക്ക് പോകുന്നത് ഭക്ഷണത്തിനായിട്ടാണെങ്കിൽ അകത്തേക്ക് വരുന്നത് ദൈവിക സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ നമുക്ക് വേണ്ടി മേച്ചൽ തന്ന്, ഹല്ലേലൂയ നമുക്ക് ആവശ്യമുള്ളത് തന്ന്, ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള വസ്ത്രം, ആവശ്യമുള്ള പാർപ്പിടം, ഹല്ലേലൂയ തന്ന, ഹല്ലേലൂയ മറ്റുള്ളവരെക്കാൾ ഉപരിയായി നമ്മെ ക്ഷേമത്തോടെ നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം, ഹല്ലേലൂയ, നമ്മെ അനാഥരായി വിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മെ, ഹല്ലേലൂയ, ആ ശത്രുവിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ശത്രുവിന്റെ കയ്യിൽ നിന്ന് സുരക്ഷിതരായി നമ്മെ വഴി നടത്തുന്നു. അതിനാണ് ദൈവം ഇടയനെ പോലെ നമ്മോട് കൂടെ നടക്കുന്നത്. സ്തോത്രം. എവിടെയാണ്? പച്ചയായ പുൽപ്പർവ്വങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവാകുന്ന ഇടയൻ തൻ്റെ ആടുകൾക്കൊപ്പമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നല്ല ഫ്രഷായ, ഹല്ലേലൂയ, ഫ്രഷായതിനെ, പച്ചയായതിനെ, വാടിയതും കരിഞ്ഞതും ഒന്നുമല്ല, പച്ചയായതിനെ നൽകിക്കൊണ്ട്, സ്തോത്രം, ഫ്രഷായതിനെ നൽകിക്കൊണ്ട് മാനിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം നാം യേശു കർത്താവാകുന്ന ആ ഇടയന്റെ, ഹല്ലേലൂയ, കീഴിലായിരിക്കണം. സ്തോത്രം. യേശു കർത്താവാകുന്ന ഇടയന്റെ സംരക്ഷണത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഒരു കുറവുമുണ്ടാകാതെ വണ്ണം കുറവുകളെ പരിഹരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നടത്തുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ ആവശ്യമാകുന്ന ഭക്ഷണം ആടുകൾക്ക് വേണ്ടി നൽകുമ്പോൾ നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുന്നവൻ. ഹല്ലേലൂയ. ഒരിക്കലും വിശന്നിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അത് 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. ഹല്ലേലൂയ. വനത്തിലെ സിംഹത്തിന് വിശന്നാല് തൻ്റെ മക്കളുടെ വിശപ്പിനെ അകറ്റിക്കൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിപാലിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു പിതാവിനേക്കാൾ ഉപരിയായി, ഒരു മാതാവിനേക്കാൾ ഉപരിയായി, ഹല്ലേലൂയ, തൻ്റെ ജനത്തിന് വേണ്ടി കരുതുന്നവൻ. ഹല്ലേലൂയ. ഈ വൈകിയ സമയം നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ, ഹല്ലേലൂയ, ദാഹജലം തരുന്നവൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരുമെന്നുത്തരം പറഞ്ഞു. ദൈവം, ഹല്ലേലൂയ, നമുക്ക് തരുന്ന ആ വെള്ളം, ഹല്ലേലൂയ, കുടിക്കുമ്പോൾ ഒരു നാളും ദാഹിക്കാത്ത നിലയിൽ എന്നേക്കും തൃപ്തി വരുന്നതായ ആ വെള്ളമാണ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. നാം അത് കുടിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവായി തീരും. സ്തോത്രം. ദൈവത്തിൽ നിന്ന് കുടിക്കുമ്പോൾ അത്, ഹല്ലേലൂയ, വർധനവുണ്ടാകുന്ന നീരുറവായി തീരുന്നു. ഹല്ലേലൂയ, ഒരു കലമല്ല, 2 കലമല്ല, ഹല്ലേലൂയ, ഉറവായി, നീരുറവായി തീരുമ്പോൾ എത്ര കോരിയാലും തീരാത്ത വിധത്തിൽ, എത്ര അളന്നെടുത്താലും തീരാത്ത വിധത്തിൽ സാരാഫാത്തിലെ വിധവയ്ക്ക്, ഹല്ലേലൂയ, ഏലിയാവ്, ഹല്ലേലൂയ, വീട്ടിൽ കടന്നു ചെന്നിട്ട് ഏലിയാവിനെ, ഹല്ലേലൂയ, ഏലിയാവിന് വേണ്ടി അപ്പം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, കുപ്പിയിലെ എണ്ണ തീർന്നു പോയില്ല. എടുക്കും തോറും പിന്നെയും അതിൽ പകർന്നുകൊണ്ട്, ഹല്ലേലൂയ, ഒരു പകർച്ച നൽകി കൊടുത്തു. അപ്രകാരം തീരാത്തളവിൽ, ഹല്ലേലൂയ, നീരുറവയായി തീരത്തക്ക നിലയിലേക്ക്, ഹല്ലേലൂയ, ദൈവം നടത്തുന്നു. ദൈവം, ഹല്ലേലൂയ, കർത്താവ്, ഞാൻ തരുന്ന വെള്ളം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഒരു നാളും. സ്തോത്രം. ഹല്ലേലൂയ. നാം ഓരോ ദിവസവും വിശ്വാസത്തോടു കൂടി കാഴ്ചപ്പാടുകൾ വെക്കുമ്പോൾ ഒരു നാളും ദാഹിക്കാത്ത നിലയിൽ, ഒരു നാളും ദാഹിക്കാത്ത നിലയിൽ, ഹല്ലേലൂയ, ഒരു നീരുറവായി തീരത്തക്ക നിലയിൽ നമ്മെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. നാം അതിനൊന്ന് താഴ്ത്തി കൊടുക്കാമോ?
ഒന്ന് വിധേയപ്പെട്ട് കൊടുക്കാമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. 7:30 യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:37 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനല്ല എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജല നദികൾ ഒഴുകും. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൽ നിന്ന് കുടിക്കുമ്പോൾ ഹല്ലേലൂയ ആ വെള്ളം ജീവജലത്തിൻ്റെ, ജീവൻ നൽകുന്ന ജലത്തിൻ്റെ നദികൾ പോലെ ഒഴുകും. സ്തോത്രം. ഹല്ലേലൂയ. ജീവജല നദിയായി തീരും. ഹല്ലേലൂയ. ജീവനിലേക്ക് നടത്തത്തക്ക നിലയിൽ, അനനിത്യ ജീവനിലേക്ക് നടത്തുന്ന നീരുറവായി തീരത്തക്ക നിലയിൽ ഹല്ലേലൂയ നമ്മെ വഴി നടത്തുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം ഒരു ഇടയന്റെ സംരക്ഷണത്തിൽ നാം, യേശു കർത്താവെന്ന ഇടയന്റെ സംരക്ഷണത്തിൽ നാം ഓരോരുത്തരും ആടുകളായി ഇരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആവശ്യമാകുന്ന ഭക്ഷണം നൽകി മാനിക്കുന്നവൻ, ആ ഹല്ലേലൂയ ഒരിക്കലും ദാഹിക്കാതെ വണ്ണ നിത്യജീവനിലേക്ക് നടത്തുന്ന നീരുറവായി തീരത്തക്ക നിലയിൽ ഹല്ലേലൂയ ദൈവം നമ്മെ വഴി നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. 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 യേശു കർത്താവാകുന്ന ആ ഇടയന്റെ സംരക്ഷണത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ശത്രു തൊടുവാൻ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ ശത്രു തൊടുവാൻ അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ ശത്രു എവിടെയാണ് ആക്രമിക്കാൻ വരുന്നത്, ആ ഹല്ലേലൂയ ആ ആക്രമണത്തെ കണ്ടുകൊണ്ട് ശത്രുവിൻ്റെ ആക്രമണത്തെ ഹല്ലേലൂയ എന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവം, നമുക്ക് കാവലായി, കോട്ടയായി, സങ്കേതമായി നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം എന്താണ്? ഹല്ലേലൂയ പ്രാണനെ തണുപ്പിക്കുന്നവനാണ്. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 11:28 വാക്യത്തിൽ പറയുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും പറയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ക്ഷീണിച്ച് ഹല്ലേലൂയ ഇനി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നത് ഹല്ലേലൂയ ജനത്തോട് പറയുകയാണ്, അധ്വാനിച്ചവരാണോ, ഭാരം ചുമക്കുന്നവരാണോ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ. ഇന്ന് വരെ നിങ്ങൾക്ക് വിശ്രമം ലഭിച്ചിട്ടില്ല, ആശ്വാസം ലഭിച്ചിട്ടില്ല, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. പത്രോസ് അധ്വാനിച്ചു, രാത്രി മൊത്തം അധ്വാനിച്ചു. പത്രോസിന് എന്താണ് ലഭിച്ചത്? ഒന്നും ലഭിക്കാതെ വിഷമത്തോടെ നിരാശയോടെ വല കഴുകുമ്പോൾ ആ ഹല്ലേലൂയ പടകിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് ആ കരയിൽ നിന്ന് അല്പം മാറ്റുക എന്ന് പറഞ്ഞ് ആ പടകിൽ കയറിയിരുന്ന് ഉപദേശിച്ചതിന് ശേഷം ആഴത്തിലേക്ക് വള്ളയിറക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ആ വാക്ക് കേട്ടപ്പോൾ ആ വല കീറുമാർ പെരുത്ത മീൻകൂട്ടത്താൽ ഹല്ലേലൂയ പത്രോസിന്റെ വലയെ നിറച്ച് അവിടെ കിടന്ന 2 പടകുകളെയും നിറയ്ക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ ഹല്ലേലൂയ അത് പത്രോസിന് ഹല്ലേലൂയ ഒരു ആശ്വാസമായി തീർന്നു. അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശനായിരുന്ന പത്രോസിന് വലിയൊരു ആശ്വാസമാകത്തക്ക നിലയിൽ യേശു കർത്താവ് പത്രോസിന് വേണ്ടി പ്രവർത്തിച്ച കർത്താവ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏറെ അധ്വാനിച്ചിട്ടും ഹല്ലേലൂയ ഒന്നും ലഭിക്കാത്ത അവസ്ഥയാണോ? ഹല്ലേലൂയ ഓട്ടസഞ്ചിയെ പോലെയാണോ ഹല്ലേലൂയ നമ്മുടെ ജീവിതം? ഏറെ അധ്വാനിച്ചിട്ടും ഭാരം മാത്രമുള്ള അനുഭവമാണോ നമ്മുടെ അവസ്ഥ? എങ്കിൽ ഹല്ലേലൂയ ദൈവം പറയുന്നത്, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ അടുക്കലോട്ട് വാ മക്കളെ, ആശ്വാസകനായി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എപ്രകാരം? അമ്മയെ ആശ്വസിപ്പിക്കും പോലെ. സ്തോത്ര. അമ്മയെ ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീന്നും പറഞ്ഞ് കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ, നാം കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഭാരത്തെ എല്ലാം മാറ്റിക്കളയുന്നു. നിന്റെ ഭാരം എൻ്റെ മേലിട്ട് കൊള്ളുക, ഞാൻ നിന്നെ ചുമക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിപ്പീൻ എന്നരുളി ചെയ്ത കർത്താവ് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, സ്തോത്രം. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. നമ്മെ എപ്രകാരമാണ് നടത്തുന്നത്? നീതിപാതകളിൽ, തിരുനാമ നിമിത്തം. സ്തോത്രം. ഹല്ലേലൂയ. നാം ആരാണ്? ഹല്ലേലൂയ നാം ദൈവത്തിന്
ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. ആർക്കും ഹല്ലേലൂയ പലതിനെയും ഉണ്ടാക്കാം. എന്നാൽ ഹല്ലേലൂയ മനുഷ്യരെ ഉണ്ടാക്കി ജീവൻ നൽകുക ഹല്ലേലൂയ മനുഷ്യ സൃഷ്ടിയല്ല, അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ നിർമ്മിച്ചവൻ, നമ്മെ ഹല്ലേലൂയ സൃഷ്ടിച്ചവൻ ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കണം. ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. ഹല്ലേലൂയ. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. സ്തോത്രം. ആ ഒരു വാക്യത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വളരെ ആഴമേറിയ അർത്ഥമാണ്. ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല, തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രവൃത്തിയോ ഒരു മനുഷ്യൻ ഗ്രഹിച്ചിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാതെ, കണ്ടിട്ടില്ലാത്ത നിലയിൽ ഹല്ലേലൂയ മനുഷ്യർക്ക് ആർക്കും ഹല്ലേലൂയ ഒരിക്കലും കാണാത്ത നിലയുള്ള ദൈവപ്രവൃത്തിയാണ് നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശു കർത്താവാകുന്ന ഇടയൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ശത്രുവിൽ നിന്ന് ഹല്ലേലൂയ പൈശാചിക ശക്തികളാൽ ഭാരപ്പെടുന്ന വ്യക്തിയാണ് ശത്രുവിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. രോഗത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവൻ, കഷ്ടതയിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവൻ, ഞെരുക്കത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവൻ, കടഭാരത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവൻ. ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ ഹല്ലേലൂയ ഭാര ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കുക. ആശ്വാസകനായി അങ്ങ് ഹല്ലേലൂയ അടുത്തേക്ക് കടന്നു വരും. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കേൾപ്പിച്ച വചനങ്ങളെ ഹല്ലേലൂയ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്പസമയം നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ മുറികളിൽ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഏത് വിഷയമായാലും ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടപ്പാ, എൻ്റെ വിഷയമാണ്, ഈ വിഷയത്തിനൊരു മറുപടി നൽകണമേ അപ്പാ, ഈ വിഷയത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ ഒന്ന് പറയുവാൻ തയ്യാറാകുമോ? വലിയൊരു ദൈവപ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രവർത്തിക്കുന്ന ദൈവം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ആ പ്രവൃത്തിയെ കാണുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വൈകിയ സമയത്ത് വചനം കേൾക്കുന്ന ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ അങ്ങേ നന്നായി അറിയത്തക്ക നിലയിലെ കർത്താവേ ഈ മക്കളോട് അങ്ങ് മനസ്സലിമാറാകണമേ. അങ്ങയുടെ ജനമാകുന്നല്ലപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ അങ്ങ് നിർമ്മിച്ചതാണല്ലപ്പാ. ഹല്ലേലൂയ ഇവരുടെ എല്ലാ കുറവുകളെ പരിഹരിക്കുമാറാകണമേ. രോഗബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, രോഗാത്മാവ് നീങ്ങിപ്പോകട്ടെ, രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് ഈ ജനങ്ങൾ കടന്നു പോകുന്നത്, അതിനൊക്കെയും വിടുവിക്കേണ്ടതിന് അങ്ങയുടെ കരം ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്ത കർത്തദാസി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെ മാനിക്കണം, ഈ പേജിനെ അനുഗ്രഹിക്കണം. കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർക്കും വിടുതലും ആശ്വാസത്തിന് കാരണമായി തരുന്നു. അടിയരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കാതെ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ദൈവത്തെ അറിയേണ്ടവണ്ണം അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നമ്മെ നിർമ്മിച്ച കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവമാണ് നമ്മുടെ കർത്താവെന്ന് നാം നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ പരിപാലിക്കുക തന്നെ ചെയ്യും. നിത്യതയ്ക്കായുള്ള ഹല്ലേലൂയ ആ ഒരുക്കം നമുക്കുണ്ടാകും. ഹല്ലേലൂയ ദൈവം തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കാതെ വണ്ണം ഹല്ലേലൂയ നീരുറവായി തീരത്തക്ക നിലയിൽ, നീരുറവ് ഹൃദയത്തിൽ നിന്ന് പൊട്ടി പുറപ്പെടക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ പ്രവർത്തിക്കായി നമ്മെ ഏൽപ്പിക്കാൻ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.